ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഹാക്കറിൻ്റെ ഫൈനൽ വീഡിയോ ആണ് ഗൈസ്. 2 ദിവസമായിട്ട് നമ്മൾ ഹാക്കറിൻ്റെ പുറകെ നടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് അവൻ പടിയിറങ്ങുകയാണ്. അവൻ്റെ ലാസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതെ, നമ്മുടെ ചെറുക്കനും ഇവിടെ കിടപ്പുണ്ട്. ഇന്ന് അവരുടെ ഷെഡിലോട്ട് കൊണ്ടിടണം. അതെ, നമ്മൾ രാത്രി വന്നേക്കുവാണ് ഗൈസ്. അതെ, ഞാൻ വണ്ടി കാണിച്ചു തരാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് കാണിക്കുവാണ് ഗൈസ്. ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെറുക്കനെ കുറച്ചങ്ങ് നീക്കിയാണ് പാർക്ക് ചെയ്തേക്കണത്. നെയിം ബോർഡൊക്കെ ഇട്ട് നിൽക്കുവാണ് പയ്യെ. ഇനിയിപ്പോൾ ഇവനെ നമുക്ക് അവരുടെ ഒരു വാഷിംഗ് സ്റ്റേഷനുണ്ട്, അവിടെയാണ് കൊണ്ടിടേണ്ടത്. പിന്നെ ഇവൻ്റെ ലാസ്റ്റ് ഡ്രൈവിംഗ് ആണ് ഗൈസ്. ഇതേ മൊത്തം വെള്ളയാണ്. ലാസ്റ്റായിട്ട് നമ്മുടെ ഹാക്കറിനെ വെള്ളയെ കാണേണ്ട വന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. നമ്മളിവനെ ഫുള്ള് ഗ്രാഫിക്സിൽ പൊതിഞ്ഞ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അതേ ഗ്രാഫിക്സ് ഒന്നും ഇല്ല, പ്ലെയിൻ വെള്ളയായി മാറി. ഒന്നും പറയാനില്ല ഗൈസ്, നമ്മുടെ ഗതികേടാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ട്രിപ്പൊന്നും ഇല്ലാത്ത കാരണം വണ്ടി മുഴുവൻ ആകെ കട്ടപ്പുറത്താണ് ഗൈസ്. അടുത്ത ദിവസം ഒരു ട്രിപ്പുണ്ട്, അതിനിപ്പോൾ ഇവനെ ഓടത്തില്ല. ഇവൻ്റെ സെക്കൻഡ് എഡിഷൻ ആയിരിക്കും ഇനി ഓടാൻ പോകുന്നത്. ഇവനെ നമുക്ക് നേരെ വണ്ടി അവരുടെ ഗാരേജിലോട്ട് ഇട്ടേക്കാം. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ഫൈനൽ ലുക്ക്. നേരെ പോയി വണ്ടി എടുക്കാം ഗൈസ്. ഇപ്പോൾ തന്നെ സമയം ഓവറായി. ഇനിയിപ്പോൾ നാളെ രാവിലെ അവർ നേരെ കൊണ്ടുപോയി അടുത്ത സൗണ്ട് സിസ്റ്റമൊക്കെ കയറ്റാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഏതായാലും വണ്ടി എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മുടെ ചെറുക്കൻ്റെ ക്യാബിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മറ്റേ തള്ളി നിൽക്കുന്ന സൈസ് ക്യാബിനല്ല ഗൈസ് ഇതിൻ്റെ പുറകിലൊന്നും. അതുകൊണ്ട് പിന്നെ നമുക്ക് സുഖമായിട്ട് ഇരുന്നങ്ങ് പോവാം. മറ്റേ തള്ളി നിൽക്കുന്ന ക്യാബിനാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ക്യാമറയൊന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല. ഇതേ നമ്മൾ പയ്യെ വണ്ടി അങ്ങ് എടുത്തിട്ടുണ്ട്. കുറച്ച് സ്പീഡ് കുറച്ച് പോകാം ഗൈസ്. ഇനിയിപ്പോൾ ഏതായാലും കൊടുക്കാൻ പോവാണ്, ഡാമേജ് ആക്കി കൊടുക്കണ്ട. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ വാഷിംഗ് സ്റ്റേഷൻ വരുന്നത്. നമ്മുടെ ഗൂഗിൾ അമ്മച്ചിയാണ് നമുക്കിന്ന് വഴി കാണിച്ചു തരുന്നത് ഗൈസ്. അതേ, ഇവിടുന്ന് ഒരു യൂ ടേൺ എടുക്കണം. നമ്മുടെ ഫാൻസ് അവിടെ നിന്ന് കൈ കാണിക്കാനുണ്ട്. ഹാക്കറിൽ നിന്ന് വേറെ ആൾക്കാരുടെ കയ്യിലോട്ട് പോകുന്ന കാര്യം അവർക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ എത്തുമ്പോൾ നമ്മുടെ ഹാക്കറിൻ്റെ വോക്കലൊക്കെ ഓണാക്കി നല്ല പവറാക്കിക്കൊണ്ടിരുന്നതാണ്. ഇന്നിപ്പോൾ വോക്കലൊന്നും ഓണാക്കാനായിട്ട് പറ്റത്തില്ല ഗൈസ്. പോട്ടെ, ഇനിയിപ്പോൾ നമ്മൾ വോക്കലൊന്നും ഓണാക്കണില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഇവനെ കൊടുക്കുകയില്ല ഗൈസ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ്റെയൊക്കെ വോക്കൽ നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നു. 2-3 വോക്കൽ ഇപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ വോക്കൽ ഇട്ടിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. നമുക്ക് നേരെ ഇവനെ തിരിക്കാം ഗൈസ്. ചടങ്ങാണ് ഇവിടെ ഇട്ട് തിരിക്കൽ. നല്ല ടേണിംഗ് ഉള്ള വണ്ടിയാണ് ഗൈസ്. BS6 ആയതുകൊണ്ട് ഒറ്റയടിക്ക് തന്നെ തിരിഞ്ഞു പോകാനുണ്ട്. നമ്മുടെ ഈ BS6 വണ്ടിയുടെ ഒരു പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈപ്പാസ് റൈഡർ എന്നാണ്. അതായത് നമ്മുടെ ഹൈവേ കൂടി മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഈ ഇടയ്ക്ക് ഈ ഹമ്പൊക്കെ വന്നോടത്ത് നമ്മുടെ ലിപ്പൊക്കെ തട്ടി വിഷയമാവണമൊക്കെ നമ്മൾ ഡെയിലി കാണാറുള്ളതാണ്. അതെ, നമ്മുടെ ഹാക്കറിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. അത്യാവശ്യം പൊക്കമൊക്കെ ഉണ്ട്. ലിപ്പ് നമ്മൾ സാധാ ഒരു നോർമൽ ടൈപ്പ് ലിപ്പൊക്കെയാണ് വെച്ചത്. പിന്നെ അതിൻ്റെ കളർ മാറ്റിയപ്പോഴത്തേക്കും ഇച്ചിരി ഭീകരമായി സാധനം. തൊട്ടപ്പുറത്തെ കൂടി റെയിൽവേ ട്രാക്കാണ് ഗൈസ്. എല്ലാ ആക്സിഡൻറ്റും നടന്നിട്ടുണ്ടെങ്കിൽ നേരെ ട്രെയിൻ വന്നങ്ങ് എടുത്തുകൊണ്ട് പോവും. അതുകൊണ്ട് ഇതേ ബാരിക്കേഡൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് അവർ. ഇതേ നമ്മൾ വന്ന വഴി എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഈ സമയം കൊണ്ട് എത്തേണ്ടതാണ് ഗൈസ്. പക്ഷേ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമുക്കിട്ട് പണിയുന്നുണ്ടോ എന്നൊരു സംശയം. നേരെ തന്നെ ഒന്ന് പോയി നോക്കാം ഗൈസ്. വലത്തോട്ടൊരു വഴി കാണേണ്ടതാണ് ഈ സമയം കൊണ്ട്. അതേ, നമുക്ക് എന്തോ പ്രശ്നം മണക്കുന്നുണ്ടല്ലോ. അത് അതിലും വലിയ പ്രശ്നമാണ് ഗൈസ്. ഒന്നുമല്ല, നമുക്ക് പറ്റിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആയിരുന്നു നമ്മുടെ ഗാരേജ് വന്നത്. പക്ഷേ വാഷിംഗ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ ഇട്ടത് ശരിയായില്ല ഗൈസ്. നമ്മുടെ അമ്മച്ചി നമ്മളായിട്ട് വട്ടം കറക്കി. അത് സാരമില്ല, പോട്ടെ, നമുക്കായാലും തിരിച്ചെടുത്തുകൊണ്ട് പോവാം. ഇന്ന് നമ്മൾ 2-3 കിലോമീറ്റർ ഇപ്പോൾ എക്സ്ട്രാ ഓടി ഗൈസ്. ഒന്നും പറയാനില്ല. ഈ ഗൂഗിൾ അമ്മച്ചി കാരണം നമുക്ക് ഭയങ്കര പണിയാണ്. അമ്മച്ചി കറക്റ്റ് സ്ഥലത്തൊക്കെ എത്തിക്കും, പക്ഷെ ഇച്ചിരി വട്ടം കറക്കിയാന്ന് മാത്രം.
ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഗാരേജ്. ഒന്ന് ചവിട്ടി പിടിച്ച് പോകണം. കാരണം അവർക്ക് നാളെ നേരം വെളുക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ മാറ്റാൻ കൊണ്ടുപോകേണ്ടതാണ്. പക്ഷെ നമ്മുടെ സെറ്റൊന്നും അങ്ങനെ അഴിക്കാൻ പോകണില്ല. എക്സ്ട്രാ അഡീഷണൽ കയറ്റുകയെന്നാണ് അവർ പറഞ്ഞത്. കാരണം നമ്മുടെ സെറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ക്വാളിറ്റി സെറ്റൊക്കെ ആയിരുന്നു. അതേ നമ്മൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഇവിടുന്ന് യൂ ടേൺ എടുക്കാനാണ് അമ്മച്ചി പറയണത്. പിന്നെ ഇപ്പോൾ നോക്കിയിരുന്നാൽ മതി, അതൊന്നും നടക്കാൻ പോകുന്നില്ല. നമ്മളിതേ ഈ ഒരു വഴി കൂടിയാണ് കയറ്റി വിടേണ്ടത്. ഓക്കെ, തിരിയട്ടെ. ഓക്കെ, തിരിഞ്ഞു പോട്ടെ. ആ ശരി, നമ്മുടെ വണ്ടി ഏതായാലും തിരിഞ്ഞിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്കിതേ ഇവിടെ ഈ അടുത്ത് കാണുന്ന ഗാരേജിലാണ് കൊണ്ടുവന്ന് കയറ്റേണ്ടത്. അവരുടെ ഗാരേജ് അല്ല, അവരുടെ ഒരു വണ്ടി ക്ലീൻ ചെയ്യണ സ്ഥലമാണ് ഗൈസ്. അത് നമുക്ക് പിന്നെ ഇതിൻ്റെ അകത്തോട്ട് കയറ്റി വിടാം. ഇപ്പുറത്ത് മിഷൻ വാഷിൻ്റെ സംഭവമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് സ്ഥലമുള്ളത് ഇവിടെയാണ് ഗൈസ്. നമുക്കിത് ഇങ്ങോട്ട് കയറ്റാം. പോട്ടെ. നമ്മുടെ ശശിയണ്ണനും ഡ്രൈവറണ്ണനും ഒക്കെ ഭയങ്കര പണിയിലായതുകൊണ്ട് അവർ വന്നില്ല. നമുക്ക് നേരെ ഇത് ഇങ്ങോട്ട് കയറ്റിയിടാം. ഇനിയിപ്പോൾ ആരും ഇല്ല ഗൈസ്. നമ്മൾ ഒറ്റയ്ക്കാണ് വണ്ടി ഇവിടെ വരെ എത്തിച്ചത്. ഒരു സൈഡ് പറഞ്ഞു തരാൻ പോലും ഒരുത്തനും ഇല്ല. നമുക്ക് റിവേഴ്സ് എടുത്തിടാം. ഒന്നുകൂടി ഒന്ന് ലെവലാക്കി ഇട്ടേക്കാം ഗൈസ്. ദേ ഇവിടെ ഇച്ചിരി പൊക്കം കൂടുതലുണ്ട്. ലിപ്പ് തട്ടുക എന്തോ. അങ്ങനത്തെ വിഷയമൊന്നുമില്ല. നേരെ കയറ്റിയേക്കാം ഗൈസ്. പോട്ടെ. ഇവിടെ നിൽക്കട്ടെ. പോട്ടെ. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മുടെ ചെറുക്കനെ ഇനിയിപ്പോൾ ഓഫാക്കിയിട്ടുണ്ട്. ഓണാക്കി തന്നെ ഇട്ടേക്കാം. ഇപ്പോൾ അവർ ഇപ്പോൾ തന്നെ വരും. നമ്മൾ 2 ഹോണൊക്കെ അടിച്ച് അവർക്ക് സിഗ്നൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിൻ്റെ ക്യാബിൻ. ലാസ്റ്റായിട്ട് എല്ലാവരും കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് താഴെ ഇറങ്ങാം. അപ്പോൾ ഗൈസ് നമ്മളിത് താഴെ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളൊക്കെ. ഇനിയിപ്പോൾ നമ്മുടെ വീഡിയോസിലൊന്നും ഹാക്കർ ഇല്ല ഗൈസ്. ഹാക്കർ അങ്ങനെ വേറൊരു ടീമിൻ്റെ ഭാഗമാവുകയാണ്. നമുക്കിനിയിപ്പോൾ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിനിയിപ്പോൾ പോയേക്കാം ഗൈസ്. നമ്മുടെ വണ്ടിക്കൊക്കെ അടുത്ത ദിവസം ട്രിപ്പുണ്ട്. ആഴ്ചകൾക്ക് ശേഷമാണ് ഗൈസ് ഒരു ട്രിപ്പൊക്കെ കിട്ടണത്. അപ്പോൾ നമുക്കിനി അതിൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മുടെ ഹാക്കറിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കയ്യിലുള്ള ഒരു BS6 പോയി ഗൈസ്. ഇനി അടുത്തൊരു BS6 ഉണ്ട്, നമ്മുടെ ഹാക്കറിൻ്റെ 2nd എഡിഷൻ. അതങ്ങനെ നമ്മൾ ഇനിയിപ്പോൾ വിട്ട് കളയുമില്ല. ഇതേ നമ്മുടെ ഹാക്കറിൻ്റെ ബാക്ക് സൈഡ് സെഡോൺ ആണ് ഗൈസ്. പിന്നെ ബോഡിയും ഫ്രണ്ടും മാത്രമേ അസ്ത്രയുടെ ഉള്ളൂ. ഈ ബാക്ക് സെഡോൺ ആണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് ഇനിയിപ്പോൾ സ്ഥലം കാലിയാക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഹാക്കർ അവിടെ കിടക്കട്ടെ. ഇനിയിപ്പോൾ വോക്കലും സംഭവമൊന്നും ഇടുന്നില്ല. പോട്ടെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാക്കറിനെ നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹാൻഡ് ബ്രേക്ക് ഇട്ടേക്കണ കാരണം ഇനിയിപ്പോൾ ഓർന്ന് പോരത്തില്ല ഗൈസ് അവിടുന്ന്. ഇത് റോഡ് സൈഡാണ്, ഇങ്ങനെ മാറി നിന്നേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് കൂടി ചെയ്യുക ഗൈസ്. വീഡിയോ കണ്ടതിന് നന്ദി. ഓക്കേ.